പെപ്സിക്ക് പെപ്സി എന്ന പേര് എങ്ങനെ വന്നതെന്നറിയോ? പെപ്സി എന്ന പേര് ഡിസ്പെപ്സിയ എന്ന വാക്കിൽ നിന്നാണ് വന്നത്. മെഡിക്കലി ഡിസ്പെപ്സിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദഹനക്കേട് എന്നാണ് അർത്ഥം വരിക. 1898 മുതൽ ഇതിനെ മാർക്കറ്റ് ചെയ്യുന്നത് ഇത് ദഹനക്കേടിന് വളരെ നല്ലതാണ് എന്ന് പറഞ്ഞിട്ടാണ്. ബഹുഭൂരിപക്ഷം ആളുകളും വളരെയധികം ഭക്ഷണം കഴിച്ചതിന് ശേഷം വയറ്റിലുണ്ടാകുന്ന അസ്വസ്ഥതയ്ക്ക് വേണ്ടി പെപ്സിയോ മറ്റു കോളകളോ കുടിക്കാറുണ്ട്. ഇത് അവരുടെ ദഹനത്തെ മെച്ചപ്പെടുത്തുമെന്നാണ് അവർ കരുതുന്നത്. ഇതിലെ സത്യാവസ്ഥ നമുക്ക് നോക്കാം. ഇത് കുടിക്കുമ്പോൾ നമ്മുടെ വയറ്റിൽ 4 കാര്യങ്ങൾ സംഭവിക്കുന്നു. ഒന്നാമത്തെ കാര്യം, കുപ്പിയിലെ പ്രഷർ വളരെ കൂടുതലാണ്, വയറ്റിലെ പ്രഷർ വളരെ കുറവാണ്. കൂടിയ പ്രഷറിൽ നിന്നും കുറഞ്ഞ പ്രഷറിലേക്ക് എത്തുമ്പോൾ പ്രഷർ വ്യതിയാനം കാരണം ഈ ഫ്ലൂയിഡിൽ ഡിസോൾവ് ആയിരിക്കുന്ന കാർബൺ ഡയോക്സൈഡ് വളരെ പെട്ടെന്ന് റിലീസ് ആകപ്പെടുന്നു. രണ്ടാമത്തെ കാര്യം, കുപ്പിയിലെ ടെമ്പറേച്ചർ വളരെ കുറവാണ്, വയറ്റിലെ ടെമ്പറേച്ചർ വളരെ കൂടുതലാണ്. കുറഞ്ഞ ടെമ്പറേച്ചറിൽ നിന്നും കൂടിയ ടെമ്പറേച്ചറിലേക്ക് വരുമ്പോൾ ടെമ്പറേച്ചറിൻ്റെ വ്യതിയാനം കാരണം ഈ ഫ്ലൂയിഡിൽ ഡിസോൾവ് ആയിരിക്കുന്ന കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് വളരെ പെട്ടെന്ന് റിലീസ് ആവപ്പെടുന്നു. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ വയറ് ഒരു മസ്കുലാർ ബാഗാണ്. 1 മിനിറ്റിൽ 3 തവണ നല്ല രീതിയിൽ ഇത് ചലിക്കും. ഇതിനെ ചേർണിംഗ് മൂവ്മെന്റ്സ് എന്നാണ് പറയുക. ഇത് കാരണത്താൽ ഇതിൽ ഡിസോൾവ് ആയിരിക്കുന്ന ഗ്യാസ് വളരെ പെട്ടെന്ന് ലിബറേറ്റ് ചെയ്യപ്പെടുന്നു. ഫൈനലി 4ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ ഭക്ഷണ സാധനങ്ങൾ റഫാണ്, വളരെ സ്മൂത്ത് അല്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രതലത്തിൽ ഒരുപാട് സുഷിരങ്ങളും റഫായിട്ടുള്ള സർഫസ് ഒക്കെ ഉണ്ടാവും. ഈ സ്ഥലം ആക്ച്വലി ഒരു ന്യൂക്ലിയേഷൻ സൈറ്റ് ആയിട്ട് മാറുകയും ന്യൂക്ലിയേഷന് സഹായിക്കുകയും ചെയ്യുന്നത് കാരണത്താൽ ഈ ഫ്ലൂയിഡിലെ കാർബൺ ഡയോക്സൈഡ് കുമിള രൂപേണ ഇത് പുറന്തള്ളപ്പെടുന്നു. ഈ 4 കാര്യങ്ങളും ഒന്നിനു പുറകെ ഒന്നായിട്ടല്ല നടക്കുന്നത്, ഇത് ഒരുമിച്ചാണ് നടക്കുന്നത്. ഇത് സംഭവിക്കുമ്പോൾ ഫൈനലി നമ്മുടെ വയറ്റിൽ കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് നിറയുന്നു, വയറ്റിലെ പ്രഷർ കൂടുന്നു, വയറിലെ മാംസങ്ങൾ വലിയുന്നു. ഇത് കാരണം ഒരു റിഫ്ലെക്സ് സന്ദേശം അയക്കപ്പെടുന്നു. അന്നനാളിയും ആമാശയത്തിൻ്റെയും ഇടയിൽ ഒരു സ്ഫിങ്ക്ടർ മസിലുണ്ട്. അതിനെയാണ് നമ്മൾ ലോവർ ഇസോഫേജിയൽ സ്ഫിങ്ക്ടർ എന്ന് പറയുന്നത്. ഇത് ചെറുതായിട്ടൊന്ന് അയഞ്ഞു കൊടുക്കുന്നു. ഈ അധികപ്പറ്റുള്ള കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് മുഴുവൻ ഇതിലൂടെ മുകളിലേക്ക് കടന്നു പോകുന്നു. നമ്മൾക്കതൊരു ഏമ്പക്കം പോലെ പോകുന്നു. ആളുകൾ വിചാരിക്കുന്നു എല്ലാം ദഹിച്ചു മാറിയിട്ടുണ്ടാവുമെന്ന്. ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വയറ്റിൽ നിന്നും കുടലിലേക്ക് ഭക്ഷണം എത്താൻ മിനിമം 2 മുതൽ 3 മണിക്കൂർ വേണ്ടി വരും. കഴിച്ച ഉടനെ ഏമ്പക്കം വിട്ടു എന്ന് വിചാരിച്ച് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. രണ്ടാമത്തെ കാര്യം, തുടർച്ചയായി LES അല്ലെങ്കിൽ ലോ ഇസോഫേജിയൽ സ്ഫിങ്ക്ടർ അയയുന്നത് മൂലം അതിൻ്റെ കാര്യക്ഷമത കുറയുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വയറ്റിലെ ആസിഡും മറ്റതും അന്നനാളിലേക്ക് എത്തുന്നത് മൂലം നെഞ്ചരിച്ചിലുണ്ടാവുന്നു. ഇതിനെയാണ് ഗേർഡ് എന്ന് പറയുന്നത്. ഇത് വന്നു പോയി കഴിഞ്ഞാൽ നമുക്കൊന്ന് കുനിയാൻ പോലും പറ്റില്ല. കുനിഞ്ഞു പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ നെഞ്ചരിച്ചിൽ സ്റ്റാർട്ടാവും. മൂന്നാമത്തെ കാര്യം, ഇതുപോലെ വളരെ അധികമായ ഷുഗർ അടങ്ങിയ ഡ്രിങ്ക്സ് കുടിക്കുന്നത് വഴി ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഫാറ്റി ലിവർ, പൊണ്ണത്തടി, മൂത്രത്തിൽ കല്ല്, മറ്റ് മെറ്റബോളിക് ഡിസോർഡേഴ്സ് നമുക്കുണ്ടാവും. 4ാമത്തെ കാര്യം, ഇതിലടങ്ങിയിരിക്കുന്ന ഫോസ്ഫോറിക് ആസിഡ് നമ്മുടെ എല്ലുകളെയും പല്ലുകളെയും ക്ഷയിപ്പിച്ച് കളയുന്നു. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നിരുന്നാലും വലിയൊരു ശതമാനം ആളുകളും ഇന്നും ചെയ്യുന്നൊരു തെറ്റാണ് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് എന്ന് പറയുന്നത്.